നമസ്കാരം. രാഷ്ട്രീയ ആക്രമണങ്ങളിലെ കൊടും കുറ്റവാളികളെയും സിനിമയിലെയും പൊതുരംഗത്തെയും വമ്പന്മാരെയും അഴിക്കുള്ളിലാക്കി ഭയമില്ലാത്ത അന്വേഷണ മികവ് തെളിയിച്ച കേരള പോലീസിലെ 2 സിംഹങ്ങൾ ഒടുവിൽ ഒരേ ദൗത്യത്തിനായി കൈകോർക്കുകയാണ്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരും സുരക്ഷാ ജീവനക്കാരും ക്രൂരമായി മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ അതിൽ പിറന്നത് അത്യപൂർവമായൊരു മാസ് കോംബോ ആണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലി നേതൃത്വം നൽകുന്ന 6-അംഗ സംഘത്തിൽ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച DYSP ബൈജു പൗലോസിനാണ് മുഖ്യ അന്വേഷണ ചുമതല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയെയും സംഘത്തെയും ജയിലിലാക്കിയ ഷൗക്കത്ത് അലിയും നടൻ ദിലീപിനെ റിമാൻഡിലാക്കിയ ബൈജു പൗലോസും ഒരുമിക്കുമ്പോൾ ലക്ഷ്യമൊന്നു മാത്രം: ഭരണകൂട തണലിൽ അക്രമം കാട്ടി രക്ഷപ്പെടാൻ നോക്കിയ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ AP ഷൗക്കത്ത് അലിക്ക് വലിയ പ്രതികാര നടപടികളാണ് നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിന് IPS പദവി കൺഫർ ചെയ്യുന്നത് തടയാൻ ഉന്നതതലങ്ങളിൽ കടുത്ത ഗൂഢാലോചനകൾ നടന്നു. NIA ഉൾപ്പെടെ മികവ് തെളിയിച്ചിട്ടും 2021-ൽ IPS ലഭിച്ച ശേഷം അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള നിർണായക തസ്തികകൾ ഒന്നും നൽകാൻ കഴിഞ്ഞ പിണറായി സർക്കാർ തയ്യാറായില്ല. തുടർച്ചയായ അവഗണനകൾക്കൊടുവിൽ ഒരുതരം ഒതുക്കൽ എന്ന രീതിയാണ് അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആയി നിയമിക്കുന്നത്. എന്നാൽ കാലം അവിടെ കാത്തുവെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. അന്ന് പിണറായി വിജയൻ പരസ്യമായി ന്യായീകരിക്കുകയും ജില്ലാ ക്രൈംബ്രാഞ്ച് തെളിവില്ല എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കുകയും ചെയ്ത രക്ഷാപ്രവർത്തന കേസ് പുനരന്വേഷിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയ ഷൗക്കത്തിലേക്കാൾ മികച്ചൊരു ഓപ്ഷൻ സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. തന്നെ പൂട്ടാൻ നോക്കിയവരെ, വിശ്വസ്തരെ അഴിക്കുള്ളിലാക്കാനുള്ള ചുമതലയാണ് ഇപ്പോൾ ഷൗക്കത്ത് അലിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രബലനായ നടൻ ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കിയ നടിയെ ആക്രമിച്ച കേസ് സിനിമാറ്റിക് ട്വിസ്റ്റുകളിലൂടെ അന്വേഷിച്ച് വിജയിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് DYSP ബൈജു പൗലോസ്. കേസന്വേഷണത്തിന്റെ പേരിൽ നിരവധി കള്ളക്കേസുകളും പ്രതിസന്ധികളും നേരിട്ട അദ്ദേഹത്തെയും കഴിഞ്ഞ സർക്കാർ ക്രമസമാധാന ചുമതലകളിൽ നിന്നും മാറ്റി എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഇത്തരം കേസുകളിൽ അന്വേഷണ ചുമതല ഏൽപ്പിക്കാമെന്ന നിയമസാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ സർക്കാർ ബൈജു പൗലോസിനെ ഈ കേസിന്റെ നേരിട്ടുള്ള അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. ഷൗക്കത്ത് അലിയുടെ ശക്തമായ മേൽനോട്ടവും ബൈജു പൗലോസിന്റെ സൂക്ഷ്മമായ അന്വേഷണ മികവും ഒന്നുചേരുമ്പോൾ പ്രതികൾക്ക് രക്ഷപ്പെടുക എന്നത് അസാധ്യമാകും. 2024 ഡിസംബറിൽ നവകേരള സദസ്സിന്റെ ബസ് കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിച്ച അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയാണ് പിണറായിയുടെ ഗൺമാൻ അനിലും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതും ചോരയൊലിപ്പിച്ച് നിർത്തിയതും. അന്ന് ആ മർദ്ദനത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരളം മറന്നിട്ടില്ല. എന്നാൽ അന്ന് ചോരയൊലിപ്പിച്ചു നിന്ന AD തോമസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. മർദ്ദനമേറ്റ ഇര നിയമസഭയിലെ ഭരണപക്ഷത്തെ പ്രമുഖ മുഖമായി മാറിയപ്പോൾ മർദ്ദിച്ചവർക്ക് സംരക്ഷണം നൽകിയ പഴയ ഭരണകൂടം ഇല്ലാതായി. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP പുതിയ പ്രത്യേക സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പോലീസിലെ വിട്ടുവീഴ്ചയില്ലാത്ത 2 പുലികൾ ഒന്നിച്ച് കേസ് ഡയറിയുമായി ഇറങ്ങുമ്പോൾ പഴയ രക്ഷാപ്രവർത്തനം ഭരണകൂട ഭീകരതയുടെ നേർ സാക്ഷ്യമായി കോടതിക്ക് മുന്നിലെത്തുമെന്ന് ഉറപ്പ്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ കാവ്യനീതിയുടെ പോരാട്ടത്തിനാണ് ആലപ്പുഴ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.